പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവേ ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ,
കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ കർത്താവിൻ്റെ തിരുസനയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്നളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം ഉയർത്തിയ ഒരു ബാനർ, മറിയം ഉച്ചത്തിൽ പ്രഘോഷിച്ച ഒരു സ്ലോഗൻ എന്താണത്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ജീവിതത്തെ വീണ്ടെടുക്കൂ. അതാണ് ക്രിസ്തുവിനെ തേടിപ്പിടിക്കും. ഇപ്പം എന്തൊക്കെ പണ്ട് പറഞ്ഞില്ലേ, ഗരീബി കിട്ടാവൂ എന്താ, ദാരിദ്ര്യം അകറ്റു, പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ അമ്മ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം കാണും. അതാരും ഒന്ന് അമ്മ പറഞ്ഞല്ലേ, ആ കാനായിലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ സ്ലോഗനാണ്. ആ കുടുംബത്തിലെ കുറച്ച് ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ, എന്നിട്ട് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ്. അതാണ് receive Jesus Christ and get saved. Receive Jesus Christ and get pacified. Receive Jesus Christ and get contented. എല്ലാത്തിനും പരിഹാരം. നിന്റെ ആന്തരിക ശൂന്യതാബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ഒരില്ലായ്മ, വീഞ്ഞവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. വിഷയം എന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളുമാണ്. ഇതെല്ലാം പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത്. ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിച്ചുകൊണ്ട്. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇതിൻ്റെ അകത്തെല്ലാം ദൈവാനുഭവത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത്? കൃപാസനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ്, ഉപദാനം. എന്താണത്? ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം എന്നാണ്? ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം. അതാണ് സംഭവം. എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്ന് സാക്ഷ്യം പറയാൻ സഹായം ലഭിച്ചതിന് കർത്താവ് യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഗോകുല കൃഷ്ണൻ. ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. ഞാൻ 4 വർഷത്തിന് മുന്നേ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പം ഞാൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻഷ്യൽ മാത്താണ് പഠിക്കുന്നത്. അപ്പം 2021 ജാനുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്നിട്ട്
6 കാര്യങ്ങൾ വെച്ചതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജർമ്മനി പോകണം, അവിടെ പോയി മാസ്റ്റേഴ്സ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ 2021 തന്നെ ജർമ്മനി പോയി ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ജർമ്മനി തന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചിരുന്നത്. കാര്യം ജർമ്മനി പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ പാർട്ട് ടൈമും ചെയ്യും, അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും പഠിക്കും. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഓരോ ആമസോൺ അങ്ങനെ കുറച്ചുകൂടി കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വട്ടം വർക്കിന് പോകുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊരു ഫ്യൂച്ചറുള്ള ജോബല്ല ഇത്, നാളെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടിയേ പറ്റൂ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് കഴിഞ്ഞ വർഷം വീണ്ടും അപ്ലൈ ചെയ്തു. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ജർമ്മനി ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ 2 എക്സാംസ് ഉണ്ട്, മസ്റ്റായിട്ട് എഴുതേണ്ട എക്സാംസാണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ജർമ്മനിയിലെ സ്കെയിൽ എന്ന് വെച്ചാൽ 1 to 5 ആണ്. 5 എന്ന് വെച്ചാൽ ഫെയിലായെന്നും 1 എന്ന് വെച്ചാൽ ഹയസ്റ്റ് സ്കോർ എന്നുമാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഞാൻ ഫെയിൽ ആവുമായിരുന്നു. എല്ലാത്തിനും എനിക്ക് 5 ആയിരുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് എഴുതിയ തോക്കുമായിരുന്നു. എപ്പോഴും എക്സാം എഴുതുന്നു, കരച്ചിൽ, എനിക്ക് ജർമ്മനി പറ്റത്തില്ല, എനിക്ക് തിരിച്ചു പോകണം, ആ ഒരു കണ്ടീഷനായിരുന്നു. ആ ഒരു ഇടയ്ക്ക് ഇവിടെ വന്നു പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തെങ്കിലും ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ഉഴപ്പായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി നോക്കത്തില്ലായിരുന്നു, ഫ്രണ്ട്സ് ഭയങ്കര ചില്ലിങ്, ഭയങ്കര വൈബ്, ആ ഒരു രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി 2ാമത് പുതുക്കിയിട്ട് എക്സാംസ് എഴുതാൻ പോയി. പിന്നെ എഴുതിയ എക്സാംസിനൊക്കെ ഭയങ്കര ടോപ്പായിരുന്നു. എനിക്കായിരുന്നു എന്താ പറയുക, ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നിടത്ത് ഞാൻ എഴുതിയ എല്ലാ എക്സാംസിനും 95% എബോ ആയിരുന്നു. അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മാത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം എഴുതിയ എക്സാംസിനൊക്കെ ഫെയിലായ ഒരു രീതിയിൽ അറിഞ്ഞിരുന്ന ഞാൻ ഏറ്റവും ടോപ്പ് എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാവുന്ന അത്രയും രീതിയിൽ കർത്താവിനെ ഉയർത്തി. കാര്യം ഓരോ വട്ടം എക്സാംസിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ 3 ദിവസത്തിന് ശേഷം നിന്നെ ഉയർത്തിയ കർത്താവ് ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയ എന്നെ ഉയർത്താൻ സാധിക്കില്ലേ, നീ ഉയർത്തുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കാശുരൂപം കൈപ്പിടിച്ചിട്ട് ഞാൻ എക്സാംസിന് വീണ്ടും പ്രത്യാശയോടുകൂടി പോയി എക്സാംസ് എഴുതി. പിന്നെ എഴുതി ഓരോ എക്സാംസിനും എനിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ല. എല്ലാ എക്സാംസിനും ഞാൻ തന്നെ ആയിരുന്നു ടോപ്പ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീണ്ടും ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ജോബിനൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്കറിയില്ല, ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, പ്രൊഫസേഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പം ഒരു ജർമ്മൻ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഓരോ ആപ്ലിക്കേഷൻസിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ എണ്ണ കുരിശ് വരച്ച് അങ്ങനെ ഓരോ ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഫ്രണ്ട്സ് പറയുമായിരുന്നു, നിനക്ക് പെട്ടെന്ന് കിട്ടില്ല, മിനിമം ഒരു 6 months എങ്കിലും വേണം നമുക്കൊരു ഇൻറ്റേൺഷിപ്പോ ജോബോ ജർമ്മനിയിലൊക്കെ കിട്ടാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് 6 മാസത്തിൻ്റെ ആവശ്യം? കർത്താവ് യേശുക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എനിക്ക് 6 മാസം നീട്ടിത്തരണം? 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ജോബ് തന്നൂടാ? ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, 6 മാസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ 1.5 കൊല്ലം കഴിഞ്ഞു, എനിക്ക് എന്താണെങ്കിലും 1 മാസത്തിനുള്ളിൽ ജോബ് കിട്ടിയേ പറ്റൂ എന്ന വിശ്വാസത്തോടു കൂടി ഉപവാസം എടുത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ട് 8 months ആയി. റിമോട്ടായിട്ട് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസ് അനലിസ്റ്റായിട്ട് ജോബ് കിട്ടി. അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഓരോ വട്ടം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ച കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് അഖണ്ഡ ജപമാലയെ കൂടണം എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് 7-ാം തീയതി ആയിരുന്നു എൻ്റെ തീസിസിൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ കുറച്ച് ടഫായിട്ട് ടോപ്പിക്കായിരുന്നു. ഞാൻ പഠിച്ചത് മാത്സ് ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീൽഡായിരുന്നു, ഈ ഇമേജ് സൂപ്പർ റെസൊല്യൂഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആ ഒരു ടാസ്ക്. കോഡിങ്ങും അത്ര എനിക്കറിയില്ല, പൈത്തണും കുറച്ചുകൂടി ബാക്കിലോട്ടാണ്. അതുകൊണ്ട് അവർ തന്ന ഡെഡ് ലൈനിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 7th എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 21st വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി 21st സബ്മിറ്റ് ചെയ്തിട്ട് എന്തായാലും 25-ാം തീയതിയിലുള്ള അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കാര്യം നമ്മൾ ഫോറിനിൽ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹം നാട്ടിൽ വന്ന് കുറേ ഫുഡ് കഴിക്കണം, കുറേ ഫ്രണ്ട്സിനെ കാണണം, നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, നാട്ടിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും മാതാവേ നിൻ്റെ അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമേ, ആ ഒരു കരുണ നീ എന്നോട് കാണിക്കണമേ, നിൻ്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 21-ാം തീയതിയിലായിരുന്നു എൻ്റെ ഫൈനൽ സബ്മിഷൻ. പക്ഷേ ഒരു 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം എനിക്ക് വരണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവഹിതമാണോ ദൈവ പദ്ധതിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ടഫായ രീതി മാതാവിനോട് പറഞ്ഞു, എങ്ങനെ പോയാലും ടിക്കറ്റിന് ഒരു 19,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പക്ഷേ
ഞാനൊരു 30,000 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കും മാതാവിൻ്റെ ഹിതമാണ് ഞാൻ വരണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് നോക്കുമ്പോൾ ഒന്നും റേറ്റ് കുറവില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ പോണ്ടാന്ന്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും അവിടെ ജർമ്മനിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവളും നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവളും ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വന്ന ആളാണ്. അപ്പോഴത്തേക്ക് അവളും ഞാനും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. 25-ാം തീയതി രാത്രി ഞങ്ങൾ അഗഡജമാലയ്ക്ക് വരാൻ വേണ്ടി എല്ലാം തയ്യാറായി കിടന്നു. പിറ്റേ ദിവസം എണീറ്റപ്പോൾ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര വയ്യാഴ്മയായിരുന്നു. അവൾക്ക് ജപമാലയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് വരാൻ പറ്റി. രാവിലെ ഞാനിവിടെ എത്തി, അഗഡജമാലയ്ക്ക് പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൻറ്റിമാരും കുറേ ചേച്ചിമാരും ഒക്കെ ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിപ്പോകും. അപ്പോൾ എൻ്റെ വിചാരം ജപമാലയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓടി പോകണം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു മണിക്കൂർ ജോസഫ് അച്ഛനൊക്കെ മുന്നിൽ കാണുമെങ്കിൽ പിന്നെ അവിടെ പോയി മാതാവിനെ തൊട്ടുമുത്താം എന്ന് വെച്ച് സ്പീഡിൽ നടന്ന് പോവാം. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും സ്പീഡ് നടന്നിട്ട് കാര്യമില്ല, എത്തിപ്പെടത്തില്ല. എനിക്ക് തന്നെ ഭയങ്കര ഗിൽറ്റ് തോന്നി. ഞാൻ മാതാവിൻ്റെ അടുത്ത് അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കൊന്ത പോലും ചൊല്ലാതെ ഞാനിങ്ങനെ പരേഡിന് പോകുന്ന പോലെ ഇത്രയും സ്പീഡിൽ പോകുന്ന എന്തിനാന്നുള്ളൊരു വിഷമം തോന്നിയിട്ട് പിന്നെ ഞാൻ ആരുടെയും കൂടെ ഓടാൻ നിന്നില്ല. ഞാൻ പിന്നെ പതിയെ ജപമാല എത്തിച്ച് പതിയെ ഓരോ ജപമാലയും മാതാവിനോട് ആത്മാർത്ഥമായി എത്തിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവ് ഇത് ഭയങ്കര ചൂടാണ്, പക്ഷേ കുഴപ്പമില്ല, എൻ്റെ പൂർവികരായ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചുകൊള്ളുകയാണ്. അവർക്ക് നീ മോചനം നൽകണമേ, ഈ ചൂടും ഈ കഷ്ടപ്പാട് ഞാൻ സഹിച്ചോളാം. അങ്ങനെ ജപമാല എത്തിച്ച് മാതാവിൻ്റെ അടുത്തെത്തി. തിരിച്ചു പോകാൻ സമയത്ത് ബസ്സൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് നടന്നു. അപ്പോൾ തിരിച്ച് നടന്ന് ഞാൻ പറഞ്ഞു ഇതും കുഴപ്പമില്ല, ഞാൻ തിരിച്ച് ആലപ്പുഴ വരെ നടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു പരാതിയുമില്ല മാതാവേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇനി നാളെ ഒരു ഫുൾ ടൈം ജോബ് കിട്ടുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് കർത്താവേ നിന്നിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കണമേ, നിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായി ദാസിയാക്കി എന്നെ മാറ്റണമേ, അങ്ങനെ തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചത്. അങ്ങനെ തിരിച്ച് അവിടുത്തെ ചർച്ചയിൽ നിന്ന് വീണ്ടും ആലപ്പുഴയ്ക്കൊരു എനിക്ക് എത്ര കിലോമീറ്റർ എന്നറിയില്ല, വീണ്ടും തിരിച്ച് ജപമാല ചൊല്ലി തിരിച്ച് വരുന്ന വഴിക്കും ചൊല്ലിയാണ് നടന്നത്. പിന്നെ ഒരു ബസ് കിട്ടി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറേ വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ രാത്രി 9 മണിക്കാണ് ബ്ലോക്കായിട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ആലോചിച്ച് തിരിച്ച് നടന്നിട്ടാണെങ്കിലും ഞാൻ വീട്ടിലൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ പദ്ധതിയല്ല കർത്താവെ നിൻ്റെ പദ്ധതി നടപ്പാക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ആത്മീയമായി എത്രത്തോളം എനിക്ക് വളരാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് 6 കാര്യങ്ങൾ എഴുതണം. പക്ഷേ എനിക്ക് എഴുതാനൊന്നുമില്ല. കാര്യം തന്ന കർത്താവിന് വയറ് നിറയ്ക്കാൻ അറിയാം. ഞാൻ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ എഴുതേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എനിക്കറിയാം നാളെ എനിക്കൊരു ജോബോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എന്താണോ എനിക്ക് വേണ്ടതെന്നുള്ളത് കർത്താവിന് വലിയൊരു പദ്ധതി എൻ്റെ മേളിലുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് പഠിക്കണം ഇത് ചെയ്യണം എന്നൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ദൈവം അതിലും മേളിലുള്ള വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 6 കാര്യങ്ങൾ എന്ത് എഴുതുന്നു ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ പിന്നെ ഒരു 3-4 കാര്യം എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത്. അതുപോലെ ജർമ്മനി നിൽക്കുമ്പം ഭയങ്കര ടെംപ്റ്റേഷൻസാണ്. കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, നമ്മുടെ കൂടെ ഫാമിലി ഒന്നുമില്ല. അപ്പോൾ ഞാൻ കൂടുതലും കർത്താവിനോട് പറയും കർത്താവ് ഇതെൻ്റെ കൊച്ചു പ്രായമാണ്, എനിക്ക് 10-25 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കിപ്പം വേറെ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതലും കർത്താവിലേക്ക് അടുക്കാൻ വേണ്ടി എൻ്റെ ഈ ഒരു യൂത്ത് തയ്ത്തായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിച്ചുകൊള്ളുവാണ്. കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്നെ എനിക്ക് പൂർണ്ണമായിട്ടും സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കണം എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഓരോ ദിവസവും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ ജർമ്മനിയിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഹോളി മാസിന് കൂടാറുണ്ട്. അപ്പം അവിടെയുള്ള ക്രിസ്ത്യൻസ് എപ്പോഴും എന്നോട് പറയും നീ ഹിന്ദുവാണ്, നിൻ്റെ ഈ വിശ്വാസവും നിൻ്റെ ഈ പ്രാർത്ഥന കാണുമ്പം അവർക്ക് തന്നെ അത്ഭുതം തോന്നും, അവരൊന്നും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അവർ പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒന്നുമില്ലെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാൻ വന്നിട്ട് ഓരോ വീടുകളിലും കൊണ്ട് പത്രം കൊടുത്തു. കൂടുതലും ഹിന്ദുസിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. എൻ്റെ ഇൻറ്റൻഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദൈവമായ സത്യക്രിസ്തുവിനെ അവരും അറിയണം, അവരും അതിൽ വിശ്വസിക്കണം, അവരും രക്ഷ പ്രാപിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഓരോ വീട്ടിലും കൊണ്ട് ഞാൻ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന സാലറിയുടെ 10% ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. ഒരു 10,000 രൂപ അടുപ്പിച്ച് എല്ലാ മാസവും ഞാൻ കാരുണ്യ പ്രവൃത്തിക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. ചില മാസങ്ങളിൽ ചിലപ്പം ഹോളി മാസം ആയിരിക്കും ചെയ്യുക. ഒരു ഹോളി മാസം 250 രൂപ അങ്ങനെ കണ്ട. അപ്പം ഒരാഴ്ച 2 ഹോളി മാസം വെച്ച് ചിലപ്പം ഒരു വർഷത്തെ മുഴുവൻ ചെയ്യും. അല്ലെങ്കിൽ പൈസ മാറ്റി വെച്ചിട്ട് നാട്ടിൽ വരുമ്പം ഈ പാവപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ കാണുമല്ലോ, അവർക്ക് എപ്പോഴും പൈസയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ചേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി, വിധവയായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലും പൈസയായിട്ടായിരിക്കും അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു സംഭവം, ഞാൻ മാതാവിനോട് എപ്പോഴും ചോദിക്കും, മാതാവേ നിൻ്റെ സ്വന്തം പുത്രൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പം നിനക്ക് കർത്താവിനോട് ഒരു പരാതി പോലും പറയാതെ ഇങ്ങനെ
കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസിയായിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചു? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. എനിക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പം എന്നിട്ടും കർത്താവിലേക്ക് വിശ്വസിക്കാൻ എനിക്കൊരിക്കലും സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് മാതാവ് നിനക്ക് ഇത്രയും ശാന്തമായിരിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഭയങ്കര ഫിറ്റായിട്ട് നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. അച്ഛന് ഞാൻ നാട്ടിൽ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കേണ്ട അച്ഛൻ എങ്ങനെ തോന്നി കുടിച്ചിട്ട് ഇങ്ങനെ. അച്ഛൻ ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്നാലും അച്ഛൻ കുടിച്ചിട്ട് വന്ന് നിന്നപ്പോൾ ഞാനങ്ങ് തകർന്നു പോയി. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചകൾ ജോസഫ് അച്ഛൻ്റെ മോർണിംഗ് പ്രേയറിൽ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, ആദ്യം നിങ്ങൾ ജോർദാനിലായിരിക്കും, പതിയെ നിങ്ങൾ മരുഭൂമിയിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, കുറച്ചുകൂടി വീക്കാവും, പിന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കും. ശരിക്കും ആ ഒരു ലൈഫായിരുന്നു എനിക്ക്. എൻ്റെ അച്ഛൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഞാൻ ജർമ്മനി നാട്ടിൽ വന്നെങ്കിലും ഒരാഴ്ച 2 ആഴ്ചയോളം വീട്ടിൽ ഇരുന്ന് കരച്ചിൽ തന്നെയായിരുന്നു. കാര്യം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു, അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പം ലീവിന് വന്നതല്ലേ, എന്നിട്ടും കർത്താവിനോട് ഒരു വാക്ക് പോലും പരാതി ഞാൻ പറഞ്ഞില്ല. കർത്താവിനെ ലീവിന് വന്നതല്ലയോ. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പരിശുദ്ധ അമ്മ മാതാവ് എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒത്തിരി കർത്താവിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വലിയ കൃപ അമ്മ മാതാവിൻ്റെ ഉടമ്പടി വഴി എനിക്ക് കിട്ടി. അതുപോലെ ഏത് പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും എൻ്റെ ലാപ്ടോപ്പൊക്കെ ഫുൾ ഇങ്ങനെ എണ്ണ വെച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടിരിക്കും. എൻ്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മയും ഹിന്ദുവാണ്. അമ്മ വിശ്വാസിയാണ്, അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ അച്ഛൻ അത്ര വിശ്വാസിയല്ല. അപ്പം ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിലും ഹോളി മാസിന് പോവുകയാണെങ്കിലും അച്ഛൻ എപ്പോഴും പറഞ്ഞു, എന്തിനാണ് എപ്പോഴും പള്ളിയിൽ പോകുന്നത്, എല്ലാ ദൈവം ഒരുപോലല്ലേ, അങ്ങനെയൊക്കെ അച്ഛൻ പറയും. അപ്പം ഞാൻ കർത്താവിനോട്, പക്ഷെ എനിക്ക് പരാതി പറയാൻ തോന്നിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം അടിച്ചുറപ്പിച്ച രീതിയിൽ കർത്താവ് തന്നതിൽ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പം അടുത്ത ഓരോ വർഷം കൂടുന്തോറും ഓരോ ന്യൂ ഇയർ ആകുമ്പം താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ രാത്രി 12 മണിക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓരോ വർഷവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് കൂടുതൽ നന്ദി പറയാനേ ഉള്ളൂ. അപ്പം ഞാൻ കർത്താവോട് പ്രാർത്ഥിക്കും, കർത്താവെ ഈ വർഷം ന്യൂ ഇയറിന് അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ഞാൻ നിന്നോട് കൂടുതൽ അടുത്തു എന്ന് എനിക്ക് പറയത്തക്ക വിധം കുറേ അനുഭവങ്ങൾ തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത്ര അനുഗ്രഹങ്ങൾ തന്നതിനും നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ വന്ന് പറയും മുന്നേ ഞാൻ ആലോചിച്ച് എന്ത് ഞാൻ പറയും, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഓരോ ചേച്ചിമാർ പേപ്പറിലൊക്കെ എന്ത് പറയേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല, എന്താ അവിടെ പോയി പറയാനെന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്താണ് പറയേണ്ടതെന്നുള്ളത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് ജ്ഞാനം തരും. അതുകൊണ്ട് നീ ഒട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒരു വചനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ എൻ്റേതായ രീതിയിൽ കുഞ്ഞു പ്രേയേഴ്സ് എഴുതിയിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഗ്രൂപ്പിൽ ഞാൻ അയക്കാറുണ്ട്. അതുപോലെ ഞാൻ എഴുതിയൊരു പ്രേയറാണിത്. Oh my God, as you loved your beloved son Jesus, as you loved your David, as you loved Abraham, please love us and let us unfit for the world, let us fit for your plans. And sometimes we are too late for our works, but we never ever be late to praise you or worship you. Amen. സങ്കീർത്തനങ്ങൾ 37:4-5 തിരുവചനങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഗോകുല കൃഷ്ണൻ എന്ന ഈ മകൾ എത്ര സുന്ദരമായിട്ട് ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുവെന്ന് നമ്മളോട് വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഭൗതികമായ നേട്ടങ്ങളല്ല മകൾ ശരിക്കും നമ്മളോട് സംസാരിച്ചത്. മകൾ പങ്കുവച്ചത് മുഴുവനും ഈശോയെ കണ്ടെത്തി സ്നേഹിച്ച, ഈശോയ്ക്ക് സ്വന്തമായ, ഈശോയുടെ സംരക്ഷണയിൽ ജീവിതം മുഴുവനും ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ്. സുന്ദരമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് മകൾ പങ്കുവച്ചത്. ശരിക്കും ഓരോ വാചകവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര കണ്ടെങ്ങനെ ഈശോയെ സ്നേഹിക്കാനാവും, ഇത്ര കണ്ടെങ്ങനെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിക്കുവാനാവും, ഇത്ര കണ്ടെങ്ങനെ നമ്മുടെ തന്നെ പ്രവൃത്തികളിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനാവും, ഇത്ര കണ്ടെങ്ങനെ സുവിശേഷത്തെ പങ്കുവയ്ക്കുവാനാകും എന്ന് നമ്മൾ ഓരോരുത്തരും നിശ്ചയമായും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനസ്സ് പല വിചാരങ്ങൾ കൊണ്ട് എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു, ഈ മകൾ പറയുന്ന വിശ്വാസ ജീവിതം എത്ര ഉയരത്തിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. എത്ര ഗഹനമായിട്ടാണ് അവരുടെ ദൈവാനുഭവത്തെ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഒട്ടും നിസ്സാരമായ ഒരു ജീവിത രീതി അല്ല അവൾ പങ്കുവെച്ചത്. നമുക്കറിയാം, അവൾ അവസാനം പറഞ്ഞു വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടേതായ പ്രശ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്,
സാഹചര്യങ്ങളിൽ ചില വിഷമതകളുണ്ട്. എങ്കിലും അതൊന്നുമല്ല ഈശോയോടുള്ള ബന്ധത്തെ അവിടെ ഇങ്ങനെ ആഴപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്നത്. സ്വയം വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, ഈശോയെ സ്നേഹിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട്, ഈശോയുടെ സുവിശേഷവും സന്തോഷവും മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് മകൾ എത്ര കണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നുവെന്ന വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആത്മാവിനെ വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്യുക എന്ന പ്രക്രിയ മാത്രമാണ്. ഭൗതികമായ നന്മകളൊക്കെയും ദൈവസ്നേഹത്തിൽ വളരുവാൻ വേണ്ടി നമുക്ക് നൽകുന്ന അപ്പകഷ്ണങ്ങൾ മാത്രമാണ്. എന്നാൽ അടിസ്ഥാനപരമായി വേണ്ടത് ആത്മാവിനെ ഈശോയ്ക്ക് കൊടുക്കുവാനാവുന്ന വിധത്തിൽ ജീവിതത്തെ നന്നായി ക്രമീകരിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ്. അതിലേക്കാണ് ഈ മകൾ വളരെ വേഗത്തിൽ ഈ ചെറിയ പ്രായത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ സൂചിപ്പിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞ് ഒരല്പകാലം വൈബിനും ചില്ലിനുമൊക്കെ അടിമപ്പെട്ട് കൂട്ടുകാർക്കൊപ്പം ഒരു അടിപൊളിയുടെ കാലം ഉണ്ടായിരുന്നുവെന്ന്, ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയൊരു കാലം അവൾക്കുണ്ടായിരുന്നുവെന്ന്. പക്ഷേ അവൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് അത് ക്ലേശത്തിൻ്റെതായിരുന്നു. ജഡികമായ പ്രവണതകളിൽ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ തനിക്ക് ദൈവികമായ സംരക്ഷണം നഷ്ടപ്പെടുന്നത്, ആ പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടുന്നത്, ജീവിതത്തിലുള്ള മേൽഗതികൾക്ക് അത് വല്ലാതെ പുറകോട്ട് പോകുന്നതൊക്കെ മകൾ അനുഭവിച്ചതും നമ്മളോട് പങ്കുവെച്ചു. എന്നാൽ വീണ്ടും അമ്മ മാതാവിലേക്ക് മടങ്ങി വന്ന് ഉടമ്പടി നവീകരിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ തടസ്സങ്ങൾ മാറുന്നതും സ്ഥിരജോലി ലഭിക്കുന്നതും കൂടുതൽ ദൈവികമായ സന്തോഷവും സ്നേഹവും അനുഭവിക്കുന്നതും മകൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അവൾ അതുപോലെ തന്നെ സൂചിപ്പിച്ചു, അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നതായിരുന്നു ആഗ്രഹം. അവധിക്ക് വന്നതുപോലും ആ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അതിന് തൻ്റെ തീസിസ് പേപ്പർ സമർപ്പിക്കുവാൻ തടസ്സമാകുമെന്ന് കരുതിയ ദിവസങ്ങളുണ്ട്. 21-ാം തീയതി അത് സമർപ്പിക്കേണ്ടിയിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ പ്രയാസം വരുമെന്ന് കരുതുമ്പോൾ അമ്മ മാതാവ് അത് ഒരാഴ്ച മുൻപത്തേക്കാക്കി 15-ന് സമർപ്പിക്കുവാൻ സാഹചര്യമൊരുക്കുന്നു. വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കുവാൻ അവസരമൊരുക്കുന്നു. ആ അഖണ്ഡ ജപമാല റാലിയിലേക്ക് മകളെ കൊണ്ടുവരുന്നു. ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു അനുഭവം അവൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ ജപമാല ചൊല്ലിയാണോ ആ ജപമാല റാലി മുഴുവനും പങ്കുചേർന്നത്? എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ യാത്ര മുഴുവനും ചെയ്തു എന്നവൾ പറഞ്ഞപ്പോഴാണ്. ശരിക്കും അക്രൈസ്തവ മകൾക്ക് ശുദ്ധീകരണ സ്ഥലമെന്ന കാഴ്ചപ്പാടുകളൊക്കെ എത്തിച്ചേരാൻ തന്നെ എത്ര കണ്ട് ആത്മീയ വളർച്ച സ്വയം വരേണ്ടതുണ്ട്. അതെല്ലാം അവൾ ഓരോന്നും മനസ്സിലാക്കുന്നു. ഒരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ ഈശോയോട് അമ്മ മാതാവിനോട് ഇടപഴകുവാൻ, പെരുമാറുവാൻ, സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ മകൾക്ക് സാധിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ അവൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, ആദ്യം കുറേ പേരിങ്ങനെ ഒരു ഓട്ടപ്പന്തയം പോലെ ജപമാല റാലിയിൽ ഓടുന്നത് കണ്ടു. പിന്നീട് മനസ്സിലായി ഓടിയത് കൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത്ര ദൂരം ഞാൻ എത്തി, ഇത്ര കാലം ഞാൻ കാത്തിരുന്ന് അമ്മ നടക്കുന്ന വഴികളിലൂടെ ഈ ക്ലേശകരമായ തീർത്ഥാടനത്തിന് ത്യാഗപൂർവ്വം ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ദൈവവിചാരം വിട്ടുപോയാൽ, മറ്റു കാര്യങ്ങൾ എന്നെ സ്വാധീനിച്ചാൽ ഈ യാത്ര പോലും തീർത്ഥാടനം പോലും പാഴായി പോകുമെന്ന്. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല, ശാന്തതയോടുകൂടി നിരന്തരം ജപമാല ചൊല്ലി എൻ്റെ അമ്മ മാതാവിനൊപ്പം ഞാൻ സഞ്ചരിക്കുകയാണ് ചെയ്തതെന്ന. പ്രിയമുള്ളവരെ, എത്ര സുന്ദരമായിരുന്നു ഈ മകളുടെ ഓരോ വാചകവും, എത്ര സുന്ദരമായിരുന്നു അവരുടെ ഓരോ ദൈവികമായ ബോധ്യങ്ങളും അനുഭവങ്ങളും, ആ ദൈവികമായ ഉറപ്പിലുള്ള അവരുടെ സംസാരവും. നമുക്കതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്പം കൂടി ഈശോയെ അറിഞ്ഞ് സ്നേഹിക്കുവാനും ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം ആത്മാവിൻ്റെ തെളിമയുള്ള ജീവിതത്തിന് നമ്മളെ ബലപ്പെടുത്തുവാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. മകൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്. യോഗ്യതയില്ലാതിരുന്നിട്ടും ഈ മാതാവിൻ്റെ അൾത്താരിൽ കയറി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും 1000 നന്ദി. എൻ്റെ പേര് ഷാലൻ KJ. ഇതെൻ്റെ ഹസ്ബൻഡ് സിബി. ഞങ്ങൾ കുമ്പളിങ്ങിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിലാണ് പഠിച്ചതും അവിടെ തന്നെ 5 വർഷം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. 2017 എൻ്റെ ഒരു സുഹൃത്ത് വഴി, എൻ്റെ കോവർക്കറായിരുന്നു വിനയ എന്ന് പറഞ്ഞ്, പുള്ളിക്കാരിയുടെ ഒരു ആൻറ്റി ഇവിടെ പ്രേക്ഷിതയായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് ഞാനിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് കുറവാണ്, ഇവിടെ അധികം ആളുകളൊന്നുമില്ല.
അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇവിടെ വന്നു. ഞങ്ങളോട് ആൻറ്റി പറഞ്ഞു, ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ 3 നിയോഗങ്ങൾ അർപ്പിക്കണം, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും നടക്കും, ജോസഫ് അച്ഛനെ കാണാനും പറ്റും, നിങ്ങളുടെ പ്രാർത്ഥനകൾ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ മെസ്സേജ് എടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനും സുഹൃത്തും കൂടെ ഇവിടെ വന്നു. എൻ്റെ സുഹൃത്ത് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ എനിക്ക് ഓൾറെഡി മെഡിക്കൽ ഡ്രസ്സിൽ ജോലി ഉള്ളത് കൊണ്ടിട്ടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. കല്യാണാലോചന നടക്കുന്നുണ്ടെന്നല്ലാതെ ജോലിയാണ്, വേറെ ആവശ്യങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരി എഴുതണ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു നിയോഗം വെച്ചു. പിന്നെ എൻ്റെ ദേഷ്യം മാറണം, നല്ല സ്വഭാവത്തിൽ എല്ലാവരോടും പെരുമാറാൻ പറ്റണം എന്നൊക്കെയാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത്. അന്ന് വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പോയി. അപ്പോൾ ഇവിടെ പ്രത്യേകം കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു. അതിലൂടെ കൗൺസിലർമാർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതെല്ലാം ചെയ്ത് ക്ലിയറായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ആ സമയത്ത് എനിക്ക് കല്യാണാലോചനകൾ വന്നിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നിട്ട് അത് പുറത്തായിരുന്നു ആ ചെറുക്കൻ. അപ്പോൾ എനിക്ക് പുറത്തു പോകാൻ അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷേ എല്ലാം കൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞ് ആ ആലോചന മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലൊരു തോന്നൽ വന്നു, അച്ഛൻ്റെ അടുത്ത് വന്നൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൻറ്റീനെയും കൂട്ടി ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട് അച്ഛാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനപ്പം എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞ്, നീ 1 തൊട്ട് 6 വരെയുള്ളൊരു നമ്പർ പറ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏതോ ഒരു നമ്പർ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അത് കേട്ട ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു, ഈ ആലോചന നമുക്ക് വേണ്ട, ഇത് ഡിവോഴ്സിൽ അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ നിറയെ വെള്ളം വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. ആദ്യത്തെ ഒരു അനുഭവമാണ് അങ്ങനെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി മാതാവിൽ. അതിനുശേഷം പിന്നെ ആലോചന വേണ്ടെന്ന് വെച്ച് മുടക്കി. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വന്ന ആലോചനയാണ് സിബിയുടേത്. അങ്ങനെ ഞങ്ങൾ പലതവണ പല കാരണങ്ങളും കൊണ്ട് ഈ ആലോചന വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഇത് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഈ ഒരു ആലോചനയുടെ കാര്യം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഓർത്ത് വീണ്ടും ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി. ഞങ്ങൾ തമ്മിൽ എൻഗേജ്മെൻ്റായി. അപ്പോൾ എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്ത് പറഞ്ഞു, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ 2017 മെയ് 29 ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നത്. അന്നൊക്കെ ഞാൻ ഉടമ്പടിയിലും തീവ്രമായി തന്നെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ അത്രയും ഗ്രാൻഡായിട്ടൊരു കല്യാണം നടന്നിട്ടില്ലായിരുന്നു. അമ്മയ്ക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോവേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സിബിയുടെ അമ്മയും ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അമ്മയ്ക്ക് എന്നെ ചില രീതിയിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. പതിയെ ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടായപ്പോൾ അതെന്നെ ഒരുപാട് ബാധിച്ചു. ആരോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് ജോലിയിൽ ശ്രദ്ധയില്ലാതെയായി. ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെയും കുറേ പ്രശ്നങ്ങൾ. ഈ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ അറിയാതെ പലപ്പോഴായിട്ട് പലരോട് ദേഷ്യപ്പെടുകയും അങ്ങനത്തെ ബഹുമാനമില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു തവണ നൈറ്റിൻ്റെ സമയത്ത് എൻ്റെ സീനിയറോട്, കാഷ്വാലിറ്റി ഇൻചാർജിനോട് മോശമായിട്ട് പെരുമാറുകയും അങ്ങനെ അവിടെ വെച്ചൊരു പണിഷ്മെൻറ്റ് തരികയും അവരെന്നെ വാർഡ് മാറ്റുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അമ്മായിയമ്മയായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. മുഴുവനും മടുപ്പ്, ദേഷ്യം, അങ്ങനെയൊക്കെ അവസ്ഥ. അങ്ങനെ സഹികെടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജോലി റിസൈൻ ചെയ്തു. സെപ്റ്റംബറായി 2017 ജോലി റിസൈൻ ചെയ്തത്. അതിനുശേഷം ഒരുപാട് ജോലി അന്വേഷിച്ച് നടന്നെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഞാൻ ഈ ഒക്ടോബർ വരെ പുതുക്കിയിരുന്ന ഉടമ്പടി പിന്നെ അങ്ങോട്ട് ചെയ്യാതെയായി, പ്രാർത്ഥിക്കാതെയായി, ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെയായി. അങ്ങനെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലുമെങ്കിലും ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ജോലിയില്ലാത്തതിൻ്റെ വിഷമം എല്ലാം കൂടെ ആലയിരുന്നപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അങ്ങനെ ആദ്യത്തെ കുഞ്ഞിനെ 2018 ഞാൻ ഡെലിവറി ചെയ്തു. അവയ്ക്കിപ്പോൾ 6 വയസ്സുണ്ട്. അതിനുശേഷം മുന്നോട്ട് പോവേ പിന്നെ ജോലിയില്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചു. കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ അവരോട് സ്റ്റാറ്റസ് കാണുമ്പോഴും
അവർ വിദേശത്ത് പോയി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നും. ദൈവമേ, ഞാൻ എങ്ങും എത്തിയില്ലല്ലോ, എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല നിലയിലെത്തി, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുവാണല്ലോ എന്നുള്ളൊരു സങ്കടം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, PSC ട്രൈ ചെയ്യുക, അതാവുമ്പോൾ പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല, നാട്ടിൽ തന്നെ ജോലി ചെയ്യാം. അങ്ങനെ ഞാൻ PSC പഠിക്കാൻ തുടങ്ങി. 2019 PSC സെൻറ്ററിൽ പോയിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അത് പഠിച്ചു തുടങ്ങി. അത് പകുതി ഒരു 6 മാസത്തോളം പോയി വന്നപ്പോൾ തന്നെ കൊറോണ വന്ന് അതെല്ലാം ക്ലോസ് ആയിപ്പോയി. അങ്ങനെ വീണ്ടും വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് ഓൺലൈൻ വഴി ഒരു ആലപ്പുഴയിലുള്ള ഒരു മാഡം ഓൺലൈനായിട്ട് കൊറോണ സമയത്ത് ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞറിഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് ജോയിൻ ചെയ്ത് 2019 തൊട്ട് പഠിക്കാൻ തുടങ്ങി. മാഡം നല്ല ഇൻസ്പയറിങ് ആയതുകൊണ്ടിട്ട് നല്ലവണ്ണം നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് കൂടുതലൊരു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തന്നായിരുന്നു. അങ്ങനെ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ച് കുഞ്ഞന്ന് ചെറിയ കുട്ടിയായിരുന്നുകൊണ്ടിട്ട് അവളെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ടും നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഓൺലൈൻ ആയതുകൊണ്ടും നമ്മുടെ ടൈമിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ പഠിച്ച ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് DHS എന്ന് പറഞ്ഞുള്ള എക്സാമാണ്. അത് ജില്ലാടിസ്ഥാനത്തിൽ വരുന്ന എക്സാമാണ്. അത് 2021 ഫസ്റ്റ് എക്സാം ഞാൻ അപ്പിയർ ചെയ്തത്. അത് എഴുതി പഠിച്ചെങ്കിലും എനിക്ക് ഫസ്റ്റ് അപ്പിയറിങ് ആയതുകൊണ്ടിട്ട് നെഗറ്റീവ് മാർക്ക് വന്ന് അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് പല എക്സാമും എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ പെടാനുള്ള ഒരു അർഹതയൊന്നും കഴിവൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ മാഡം പഠിപ്പിച്ചത് കൊണ്ടിട്ട് അറ്റ്ലീസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ദൈവത്തോട് കൂടുതലൊരു അടുപ്പമൊക്കെ തുടങ്ങി. കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നുമില്ലാതിരുന്ന ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലെങ്കിലും എനിക്ക് കയറാൻ പറ്റിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. കാരണം ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 പേരുടെ ലിസ്റ്റ് 450 റാങ്കായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ജില്ലാ അടിസ്ഥാനത്തിലായിരുന്നുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ 500-ൽ 450 എന്ന് പറയുമ്പോൾ നമുക്കൊരു ചാൻസും ഇല്ല കിട്ടാൻ. അപ്പോൾ അപ്പോഴും ഞാൻ വിഷമിച്ച്. അത് കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞ് ഇനി അടുത്ത എക്സാം DME വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷം മാഡം തന്നെ ആ കോഴ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അന്ന് തൊട്ട് കഷ്ടപ്പെട്ട് വീണ്ടും പഠിച്ച് അങ്ങനെ നല്ല രീതിയിൽ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റി. നെഗറ്റീവ് മാർക്കൊക്കെ മാക്സിമം കുറച്ച്. അന്നത്തെ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ടഫും അല്ലായിരുന്നു. അത് കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റ് വന്നത്. അതിൽ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് മെയിൻ ലിസ്റ്റിൽ എനിക്ക് ഇടമുണ്ടായിരുന്നു. 1079 റാങ്ക്. അപ്പോൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്ത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവംബർ സംതിങ് ആയപ്പോൾ അമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്നു. സിബിയുടെ പുള്ളിക്കാരിന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ആദ്യം ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടിട്ടും അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈറ്റായിരുന്നുകൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റി ഇന്ദിരാഗാന്ധിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ആ സമയത്ത് അമ്മച്ചിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ICUവിൽ കിടത്തിയിട്ട് ആൾ റിക്കവർ ചെയ്യുന്നില്ലായിരുന്നു. BP ഫോളും ആകെ സാച്ചുറേഷനൊക്കെ കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഓക്സിജൻ്റെ ലെവൽ എന്ത് ചെയ്താൽ കയറുന്നില്ല. BP മെഡിസിൻസ് അത് കൊടുത്താൽ മാത്രമേ BP സ്റ്റേബിൾ ആകുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ കൃപാസനത്തിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡും ടെൻഷൻ അടിച്ച് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ധ്യാനം ഞാൻ ഓൺ ചെയ്ത് വെച്ചു. അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് അവസാനം ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറുടെ റെഫറൻസ് തേടി. കാരണം ഇന്ദിരാഗാന്ധിയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുവാണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അമ്മ തനിയെ റിക്കവർ ചെയ്യുമെന്ന് ഓർത്തിട്ടാവുന്നില്ല, BPയുടെ മെഡിസിൻ നിർത്തുമ്പോൾ BP ഫോൾ ആവുകയാണ്. അങ്ങനെ അവർ കൈയൊഴിയുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം തന്നെ ഞങ്ങൾക്ക് ആകെ വിഷമമായി. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറോട് റെഫറൻസ് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ലിസിയിലേക്ക് കൊണ്ടുപോകും, അതാവുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും, നല്ല ഡോക്ടേഴ്സുമാണ്, കാർഡിയാക്കിന് അവിടെ നല്ല ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ലിസിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മേളിൽ ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ മേളിൽ താമസിക്കുന്ന ചേച്ചിക്ക് അസുഖം വന്നിട്ട് പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ
നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തേനിൻ്റെ കുപ്പി കൊണ്ടുവന്ന് തന്നിട്ട് ആ ചേച്ചി പറഞ്ഞായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ തേനിൻ്റെ കുപ്പിയും കൊണ്ടാണ് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ ആംബുലൻസിൽ വെച്ചിട്ട് നഴ്സിനോട് ചോദിച്ചിട്ട് അവസാനം ഞങ്ങൾ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ 2 തുള്ളി തേൻ അമ്മയുടെ വായിൽ ഇറ്റിച്ചു കൊടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അമ്മേനെ ലിസിയിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, പമ്പിങ്ങിൻ്റെ പ്രശ്നമാണ് അമ്മയ്ക്കുള്ളത്, നമുക്ക് ഒബ്സർവേഷൻ വെക്കണം ICUവിൽ. അങ്ങനെ ഒരാഴ്ചയോളം അമ്മേനെ ഒബ്സർവേഷൻ വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ഓക്കെ ആയത്. അമ്മയ്ക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയും, BP ഫോളും. അങ്ങനെ പതിയെ പ്രാർത്ഥിച്ച് ഇതിൻ്റെയൊക്കെ തേൻ കൊടുത്തതിൻ്റെയൊക്കെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അമ്മ പതിയെ റിക്കവർ ആവാൻ തുടങ്ങി. എല്ലാ അസുഖവും മാറി, BP മെഡിസിൻസൊക്കെ നിർത്തി, ആൾ സ്റ്റേബിളായി. അങ്ങനെ 31 നവംബറിൽ അമ്മ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ വീട്ടിൽ വേറെ ആരും സഹായത്തിനില്ലാത്തതുകൊണ്ടിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് അമ്മേനെ അപ്പച്ചനെയും നിർത്തി. അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പച്ചനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റി. അവർ 2 പേരെയും നല്ലവണ്ണം ശുശ്രൂഷിക്കാനും ഒക്കെ സാധിച്ചു. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. അതിനുശേഷം പിന്നെ മുൻപോട്ട് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ്, അപ്പോഴും ഈ ലിസ്റ്റിൽ ഇങ്ങനെ ഞാൻ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ് ആദ്യത്തെ റാങ്കുള്ളവർക്കൊക്കെ ഓരോന്നേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ ജോലി ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരുടെ ഇത് കാണുമ്പോഴും എനിക്ക് ഈ ഉടമ്പടി മുടങ്ങിപ്പോയി, എനിക്കിനി അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ധൈര്യക്കുറവ് എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, നീ എന്തായാലും ഉടമ്പടി പോയി പുതുക്ക്, അത് കഴിയുമ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ 2024 ഫെബ്രുവരി 8 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അങ്ങനെ പുതുക്കിയപ്പോൾ ഒരിക്കലും ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായി, ഓൾറെഡി ഉടമ്പടി എടുത്തവർ പുതുക്കിയിട്ട് പോയാൽ മതി, അല്ലാതെ പുതിയത് എടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഉദ്ദേശിച്ചാണ് വന്ന് പുതുക്കിയത്. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശ് രൂപം ഒരു അലൂമിനിയം ഇതിലുള്ള ക്യാഷ് രൂപമായിരുന്നു. അപ്പോൾ അതിവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫീസിലുള്ളവർ പറഞ്ഞു, ഇത് പറ്റില്ല, പഴയതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, പുതിയ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തത് മാറ്റിയിട്ട് 10-ാം തീയതി വന്ന് വീണ്ടും പുതിയത് ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു മനസ്സിൽ. ഇവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാവിലെ വന്നിട്ട് വൈകിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. എന്നാലും മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം. ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് കൂടുതൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എനിക്ക്. എത്ര പ്രാർത്ഥിച്ചാലും ഒരു മടുപ്പും തോന്നാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികളാണെങ്കിലും അടുത്തുള്ള ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി അവിടെയുള്ള രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജൂൺ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് മാർച്ച് 10 ആയപ്പോഴാണ് എനിക്ക് മാതാവ് ഒരു അനുഗ്രഹം കൂടെ തന്നത്. അതെന്ന് പറയുന്നത് ഞാൻ 2ാമത് കൺസീവായി. അത് കറക്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത 10-ാം തീയതി തന്നെയാണ് എനിക്ക് കൺസീവായത്. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജൂലൈ 4-ാം തീയതി എനിക്ക് പ്രൊഫൈലിൽ നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ട് നോക്കിയപ്പോൾ ജോലിക്ക് അഡ്വൈസ് വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ് വഴി ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, പോസ്റ്റ് വഴി ലഭിക്കുമല്ലോ എന്നോർത്ത്. പക്ഷേ പോസ്റ്റ് വഴി വന്നത് ജൂൺ 20-നാണ്. അത് വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് ഞാനിപ്പോൾ ഈ കൊണ്ടുവന്നേക്കണത്. എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ആയിട്ട് പോസ്റ്റിംഗ് ലഭിച്ചു. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ നേരെ ഓടിച്ചെന്ന് അടുത്തുള്ള പള്ളിയിൽ പോയി മാതാവിൻ്റെ കാൽക്കൽ ഈ അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം പിന്നെ ഒരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ രോഗസൗഖ്യമാണ്. സുഹൃത്തിൻ്റെ ഭർത്താവിന് പെട്ടെന്നൊരു നടുവേദന പോലെ വന്നു. അപ്പോൾ സ്കാൻ ചെയ്യുകയും ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോണിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, നമുക്ക് MRI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്കണം, ഹസ്ബൻഡിനൊന്നും ഇല്ലാതിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരൻ്റെ MRIയും ബാക്കി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല,
ചെറിയൊരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കോംപ്ലിക്കേഷനോ ഓപ്പറേഷനോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഓവറായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. ജപമാലയാണെങ്കിൽ കൂടെയും എനിക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടാറില്ല. ചെല്ലുമ്പോൾ പല വിചാരം കടന്നു വരും. അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും ബൈബിൾ വായനയിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ വായിക്കണത് സങ്കീർത്തനങ്ങളും പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ ആയിരുന്നു. അതാവുമ്പോൾ നമുക്ക് എളുപ്പം വായിച്ച് തീർക്കാനും മനസ്സിലാക്കാനും പറ്റും. പഴയ നിയമം ഞാൻ തൊടാറ് പോലുമില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളും മിക്കപ്പോഴും വായിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ മനസ്സിലാവില്ലെങ്കിലും പകുതി ഭാഗങ്ങളും ഗ്രഹിക്കാനായിട്ട് ദൈവം എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഉള്ളായത്, ഞാൻ ഗർഭിണി ആയതിനു ശേഷം മാതാവിനെ സ്വപ്നം കാണുകയുണ്ടായി. അത് ഞാനൊരു ദിവസം വെളുപ്പിനെ ആയപ്പോഴാണെന്ന് തോന്നണം കണ്ടത്. ഞാൻ ഉറങ്ങിക്കിടക്കണേണ്. അപ്പോൾ സ്വപ്നത്തിൽ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു സ്ഥലമാണ് ഞാൻ കണ്ടത്. അവിടെ ഞാനും ഉണ്ട്, കുറച്ച് ആളുകളും ഉണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ രൂപങ്ങളോ മറ്റോ ഒന്നുമില്ല. എല്ലാവരും അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെ വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാതാവും മാലാഖയും ഉണ്ട് ഇയാൾ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലത്ത്. മാതാവ് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുക. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറയാം, അതേ മാതാവ് വന്നു. പക്ഷെ ബാക്കി ആരും അനങ്ങുന്നില്ല. ഞാനപ്പം തന്നെ ഓടിച്ചെന്ന് മാതാവേന്നും പറഞ്ഞ് അടുത്തോട്ട് ചെന്നപ്പോൾ മാതാവ് എന്നോട് പറയുവാണ്, നീ എന്തായാലും ഈ ഗർഭിണിയായ അവസ്ഥയിൽ നീ എറണാകുളത്താണെങ്കിലും നീ എൻ്റെ അടുത്ത് വന്നല്ലോ, നീ എന്നെ കാണാൻ വന്നല്ലോ. ഇത്രേ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാതാവ് തിരിഞ്ഞ് നടന്നിട്ട് നേരെ പോയി ഒരു ബെഞ്ച് പോലെയുള്ള ഒരു ഇതിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ എൻ്റെ ആ ഒരു ഇത് അവസാനിച്ചു. അപ്പം ഞാൻ അധികം ആരോടും പറഞ്ഞില്ല. ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും പിന്നെ എൻ്റെ അമ്മേനെയും വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കണ്ടമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ചാൾ ഈ അടുത്ത് ഞാൻ വല്ലാർപാടം പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് അവിടുത്തെ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവിടെ ഉറങ്ങുന്ന ഒരു മാതാവ് അതിൻ്റെ രൂപം വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ അതൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവിനെ തൊട്ട് വണങ്ങി വീട്ടിൽ വന്നു. എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം അപ്പോയിൻമെൻറ്റ് വന്ന് കൈ കിട്ടി. ഞാനിങ്ങനെ റൂമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക്, ദൈവമേ ഞാനന്ന് സ്വപ്നം കണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലത്താണല്ലോ, മാതാവ് കിടക്കണതാണല്ലോ കണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്ദർഭവും ഞാൻ കണ്ട സ്വപ്നവുമായിട്ട് എനിക്കൊരു റിലേഷൻ തോന്നി. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോമിലും പിന്നെ 2-3 ഓർഫണേജിലൊക്കെ പോയി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തായിരുന്നു. പ്രാർത്ഥിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ മിക്കപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രദ്ധക്കുറവുണ്ടായിരുന്നെന്ന്. അത് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റായിട്ട് ചെല്ലുന്ന ജപത്തിന് അനുസൃതമായിട്ട് ശ്രദ്ധയോടുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ബൈബിൾ വായിക്കുമ്പോൾ പല അവസരങ്ങളിലും ഞാൻ രാവിലെ എടുത്ത് വായിക്കുന്ന ബൈബിൾ വചനമായിരിക്കും ചിലപ്പോൾ ഞാൻ പള്ളിയിൽ കുർബാനക്ക് നിൽക്കുമ്പോൾ അച്ഛൻ അത് തന്നെയായിരിക്കും എടുത്ത് വായിക്കണത്. അതൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ ഹസ്ബൻഡ് വിശ്വാസം ഉണ്ടെങ്കിലും ഓവറായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വരിക, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കുക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ തുടക്കത്തിലേക്ക് ഇവിടെ വന്ന സമയത്ത് ആൾക്ക് അങ്ങനത്തെ ആ ഒരു രീതിയായിരുന്നു. ഇപ്പോഴായ പിന്നെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറയണതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു അസാധ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായ അപ്പം തന്നെ ഹസ്ബൻഡ് പറയും, വാ നമുക്ക് കൃപാസനത്തിൽ പോകാം, എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് നടത്തും എന്നൊക്കെയുള്ളൊരു ചേഞ്ച് ഇതുവഴി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാൻ അക്ഷയയിൽ വെച്ച് പ്രാർത്ഥിച്ച് അതാരും ചവിട്ടാത്തെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടതിന് ശേഷമാണ് എനിക്ക് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയായത്. അതിനൊരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ കുടുംബം തങ്ങൾക്ക് ലഭിച്ചൊരു ജോലിയെക്കുറിച്ചും ഒപ്പം തങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉടമ്പടി എങ്ങനെയാണ് ഒരു ആശ്വാസവും ശക്തിയായിട്ട് മാറിയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പം പുറത്തേക്കൊരു കാര്യങ്ങളെല്ലാം നോക്കി നിന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ച് അപ്പം എന്ത് ചെയ്യാൻ പോകുന്നതിനും, അത് തുടക്കത്തിൽ വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ട് പിന്നീടുള്ള ഓരോ സമയത്തും വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു പരിശീലനത്തിൽ നിന്നോ ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട്.
ആ ഒരു ബോധ്യത്തോടു കൂടി നിൽക്കുന്നു. അതിനുശേഷം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു. ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ വലിയൊരു ആശ്വാസം ലഭിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എന്തോ പൂർണ്ണ ഇതിപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം മാതാവിലേക്ക് മുഴുവനായിട്ട് നമ്മളൊരു കാര്യം സമർപ്പിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നൊരു ആത്മീയമായിട്ടുള്ളൊരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു മുൻപോട്ടുള്ള ജീവിതത്തിൽ മാതാവ് കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉടമ്പടി എല്ലാ സാക്ഷ്യത്തിലും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജോലിയുടെ കാര്യത്തിൽ ക്രമീകരണം ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ്. മാതാവ് നൽകുന്ന ഒരു എത്രയും പെട്ടെന്നുള്ള ഇടപെടലിന് സാക്ഷ്യം വഹിക്കുന്ന ഈ കുടുംബത്തിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഒരു കുടുംബത്തിന് മുഴുവനായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ വർധന. അപ്പം അടയാളങ്ങളും അത്ഭുതങ്ങളും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു പ്രവർത്തിച്ചതാണ്, അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതാണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അവസാനം പറയുന്നത് അങ്ങനെ അനേകം പേർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളത്. അപ്പോൾ വിശ്വാസം വർദ്ധിക്കുവാനായിട്ടാണ് അടയാളങ്ങളും ദൈവാനുഭവങ്ങളും ഉണ്ടാകുന്നത്. അപ്പം അതിന് വ്യക്തമായിട്ട് ഉണ്ടായ അനുഭവം, ഒപ്പം മാതാവിൻ്റെ ഒരു സ്വപ്നത്തിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടാണ്. വ്യക്തിപരമായ അനുഭവം, ഒരു സ്വപ്നമെന്ന് പറയുന്നത് ബൈബിളിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ ബോധ്യത്തോടു കൂടി പറയുന്ന ഈ സാക്ഷ്യം നമുക്കിപ്പോഴും, ഒപ്പം ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്ന ഒരുപാട് പേർക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.